ഹലോ വെൽക്കം ബാക്ക് ടു യൂട്യൂബ് ചാനൽ. ഞാനൊരു തൊട്ട് ഒരു വണ്ടർ ട്രിപ്പിന് ഇറങ്ങിയതാണ്. ഈസ്പോൺ എന്ന് പറഞ്ഞ സ്ഥലത്തുള്ള ഒരു 7 സിസ്റ്റേഴ്സ് ക്ലിഫിലാണ് ഞങ്ങളിപ്പോൾ ഉള്ളത്. ശരിക്കും പറഞ്ഞാൽ ഇത് വന്നപ്പോൾ തൊട്ട് പോർട്സ്മൗത്ത് നല്ല സ്ഥലമാണ്, സ്ഥലം സൂപ്പറാണ് നമ്മുടെ. പക്ഷേ ഇത്രയും പ്രകൃതി രമണീയമായ സ്ഥലങ്ങൾ ഇവിടെ ഉണ്ടെന്ന് ഇപ്പോഴാണ് അറിയണത്. ഞാൻ സിനിമയിലൊക്കെ കണ്ടിട്ടുള്ള UK ഞാനിപ്പോൾ കണ്ടുകൊണ്ടിരിക്കുകയാണ്. അത്രയ്ക്ക് അടിപൊളി പക്ഷെ നമ്മൾ നടന്ന വഴിയും എല്ലാം നമ്മൾ രാവിലെ എത്തിയതാണ്, ഇതുവരെ ഉച്ചയായി. അതുകൊണ്ടാണ് ഇത്രയും വെയിൽ. പക്ഷേ ഇവിടെ അടുത്തൊക്കെ ഉള്ള ആൾക്കാർ വന്ന തണുപ്പുണ്ട് വെയിലും ഉണ്ട്. പക്ഷേ ഇവിടെ അടുത്തുള്ള ആൾക്കാരൊക്കെ ഇത് വന്ന് കണ്ടാൽ നിങ്ങൾക്ക് കുറച്ച് റിലാക്സിങ് ആയിരിക്കും. സ്ട്രെസ്ഫുൾ ആയിട്ടുള്ള നമ്മുടെ ലൈഫിൽ ഒരു ചെറിയ റിലാക്സേഷൻ ആയിട്ട് ദിവസം നമുക്ക് അയ്യോ നല്ല രസമുണ്ട്. ഞാൻ വോയിസ് കൊടുത്ത് ഇനി വീഡിയോ എടുക്കില്ല, കാരണം നല്ല കാറ്റുള്ളതുകൊണ്ട് ഇതും കിട്ടുമെന്ന് എനിക്കറിയില്ല. അപ്പോൾ എന്തായാലും നമുക്ക് കാണിച്ചു തരാം. അപ്പോൾ ഞാനും ഋതുവും കൂടെ രാവിലെ തന്നെ ഇറങ്ങി ബസ് കയറിയിട്ടുണ്ട്. അത് വേറെ ഒന്നുമില്ല, റെയിൽ റീപ്ലേസ്മെൻറ്റ് ബസ്സാണ്. ഞങ്ങൾക്ക് ടിക്കറ്റ് ഉള്ളതുകൊണ്ട് തന്നെ ഹാവൻ്റെ തന്നെ സ്റ്റേഷനിൽ എത്താം. അതിപ്പോൾ ഞങ്ങളുടെ സ്റ്റേഷൻ ഫ്രാറ്റൺ ആയിരുന്നു. അപ്പോൾ ഫ്രാറ്റൺ എന്ന് പറഞ്ഞ സ്റ്റേഷനിൽ നിന്ന് ഹാവനിലേക്ക് എത്താൻ വേണ്ടിയിട്ടുള്ള ഒരു റെയിൽ റീപ്ലേസ്മെൻറ്റ് ബസ്സാണ്. വേറെ ഒന്നുമല്ല, പണി നടക്കുമായിരുന്നു ആ സമയത്ത് സ്റ്റേഷനിലെന്തോ. സോ അതുകൊണ്ട് തന്നെ അവർ തന്നെ തരുന്ന ഒരു ഓൾട്ടർനേറ്റീവ് ഓപ്ഷനാണ് അങ്ങനത്തുള്ള ബസ്സുകൾ. ശരിക്കും പറഞ്ഞാൽ ഇവിടുത്തെ ട്രാവൽ അല്ലെങ്കിൽ ട്രെയിൻ ട്രാവൽ ആയിരുന്നാലും എന്തായാലും നമുക്ക് ഭയങ്കര ഫ്ലെക്സിബിളാണ്. കാരണം ഒരു ട്രെയിൻ മിസ്സായി അടുത്ത ട്രെയിനിൽ നമുക്ക് പോകാം. നമ്മൾ തന്നെ പ്ലാൻ ചെയ്ത ട്രെയിനിലല്ല പോയത്, തൊട്ടടുത്ത ട്രെയിനിലാണ്. അപ്പോൾ അങ്ങനെ ഒരു ഫ്ലെക്സിബിലിറ്റി ഞങ്ങൾക്ക് ഇവിടെ ഒരു നല്ലൊരു ഹൈലൈറ്റ് തന്നെയായിട്ട് എനിക്ക് ഫീൽ ചെയ്തിട്ടുണ്ട്. സോ അങ്ങനെ ഇരുന്നിരുന്ന് ഞങ്ങൾ ഈസ്റ്റ്ബോണിലേക്ക് എത്തിയ സത്യം പറഞ്ഞാൽ ഭയങ്കര ആശ്വാസവും ഹാപ്പിനെസ്സും ആയിരുന്നു അന്നത്തെ ഒരു ദിവസം. കാരണം എനിക്കിപ്പോഴും ഓർത്താൽ അത് മനസ്സിൽ വരും. കാരണം നല്ല സ്ഥലം, നല്ല അന്തരീക്ഷം, ഒരു ദിവസം മൊത്തം എല്ലാ ബിസി ഷെഡ്യൂളിൽ നിന്ന് ഓഫ് എടുത്ത് പോയതാണ്. സോ അത് വർത്ത് ഗോയിങ് ആയിരുന്നു എന്ന് ഇപ്പോഴും എനിക്കത് ഓർക്കുമ്പോൾ പറയാൻ പറ്റും. കാരണം നല്ല ഹാപ്പിയാണ് ഞങ്ങൾ രണ്ടുപേരും. പിന്നെ ഞങ്ങൾ അവിടെ നേരെ ബസ് കയറി. നിങ്ങൾ തന്നെ കണ്ടോളൂ, ഇനി നല്ല സ്ഥലമാണ്, ഞാൻ ഒന്നും പറയണില്ല. നിങ്ങൾ തന്നെ കണ്ട് നമുക്ക് പോകാം, ഒരുമിച്ച് പോകാം. ഇത് സെറ്റ് സ്ഥലമാണ്. നമ്മൾ എത്തിയിട്ടില്ല, സ്ഥലത്തോട്ട് എത്തിയിട്ടില്ല. പോണ വഴി തന്നെ സൂപ്പർ. അങ്ങനെ ഞങ്ങൾ നടന്ന് ബെർലിൻ ഗ്യാപ്പ് എന്ന് പറയുന്നൊരു സ്ഥലത്താണ് വന്നെത്തിപ്പെട്ടത്. ഇത് ഈ ഒരു 7 സിസ്റ്റേഴ്സ് ക്ലിഫിൻ്റെ തന്നെ ഒരു മിഡിൽ പോർഷനാണ്. അപ്പോൾ ഇവിടെ നമുക്ക് കഫേയും ടോയ്ലറ്റും ആവശ്യത്തിനുള്ള തൽക്കാലം നമുക്ക് ആവശ്യത്തിനുള്ള സംഭവങ്ങളൊക്കെ ഇവിടെ ഉണ്ട്. ഞങ്ങളൊരു കഫേക്കകത്ത് കയറി എനിക്ക് കൊണ്ടുപോയി സ്നാക്സൊക്കെ എടുത്ത് വെച്ച് കഴിച്ചു ഗൈസ്. എന്നിട്ട് ഞങ്ങൾ ഈ ഒരു വ്യൂ കാണാൻ വേണ്ടി പോയി.
ഞങ്ങൾ രാവിലെ ഇറങ്ങിയതാണ്. 6:19 ട്രെയിനാണ് ഞങ്ങൾ ബുക്ക് ചെയ്തത്. പക്ഷേ ഇവിടുത്തെ പ്രത്യേകിച്ച് നമ്മൾ ബുക്ക് ചെയ്ത സമയം കഴിഞ്ഞ് നമുക്ക് എപ്പോൾ വേണോ ആ ദിവസം നമുക്ക് ട്രാവൽ ചെയ്യാം. അപ്പോൾ ഞങ്ങൾ വന്നത് 7:19 ഇതാണ് വന്നത്. ഒരു 3 മണിക്കൂർ എടുക്കും നമ്മളിപ്പോൾ നിൽക്കുന്ന ഈ സ്ഥലത്തോട്ട് എത്താം നമ്മുടെ വീട്ടിൽ നിന്ന്. പക്ഷെ അത് ഭാഗത്താണ് ഈ ആകാശമൊക്കെ അടുത്തടുത്ത് നമുക്ക് കാണാം. ഞാൻ ആദ്യമായിട്ടാണ് ഇങ്ങനെ സ്ഥലം കാണുന്നത്. അതിൻ്റെ നമ്മൾ രണ്ടും കണ്ടിട്ടില്ല, സിനിമ കണ്ടിട്ടുണ്ട്. നല്ല തണുപ്പുണ്ട്. നമ്മൾ ഈ ഹെഡ്ഫോൺസ് വെച്ചേക്കുന്നത് പാട്ട് കേൾക്കാനല്ല, ഇവിടെ റേഞ്ച് എന്ന് പറഞ്ഞ സാധനമില്ല. നമ്മൾ വെച്ചേക്കുന്ന ഈ തണുത്ത കാറ്റടിച്ച് വയ്യാതാവാതിരിക്കാനാണ്. അതെ, ബാക്കപ്പ് ഓപ്ഷൻ. നിങ്ങൾ ഞാൻ ഒരുപാട് സിനിമ കണ്ടിട്ടുണ്ട്, ഇത്രയും നല്ല പ്രകൃതി രമണീയമായ സ്ഥലങ്ങൾ നമ്മളവിടെ കൊണ്ട്. പക്ഷെ ഇങ്ങനത്തതില്ലല്ലോ. അയ്യോ, കണ്ടിട്ട് മതിയാവാനുള്ള പോകാൻ നമ്മൾ ചിലപ്പം മിസ്സാക്കിയ ഒരുപാട് സ്ഥലം കാണും ഇതിൻ്റെ അകത്ത്. എന്തായാലും നമുക്ക് പറ്റുന്ന രീതിയിൽ അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ നമ്മൾ പോയി നോക്കി കണ്ടിട്ടുണ്ട്. ഞാൻ ചില സമയം വീഡിയോ എടുക്കാൻ മറന്നിട്ടുമുണ്ട്. എന്തായാലും ഞാൻ കണ്ട ക്ലിപ്സൊക്കെ നിങ്ങൾക്ക് ആഡാക്കി കാണിച്ചു തരാം. അപ്പോൾ ഗൈസ്, ഞങ്ങളങ്ങനെ ഒരുപാട് ദൂരം നടന്ന് ലാസ്റ്റ് ഇങ്ങനെ പൊയ്ക്കൊണ്ടിരുന്നപ്പോൾ നമുക്ക് മനസ്സിലായി നടക്കാനാണെങ്കിൽ ഒരുപാട് ഇനിയും നടക്കാം. പക്ഷെ നമ്മൾ സത്യത്തിൽ തളരാൻ തുടങ്ങി. നമ്മൾ വന്നതിൻ്റെ ആ ഒരു സന്തോഷം പോകും. പിന്നെ അങ്ങ് ഒരുപാട് തളർന്ന ലാസ്റ്റ് ഞങ്ങൾ വിചാരിച്ച് ഒരു ഊബർ ബുക്ക് ചെയ്ത് അങ്ങ് വീട്ടിൽ പോകാം. പക്ഷെ വീട്ടിലോട്ടല്ല, ബസ് സ്റ്റോപ്പിലോട്ട് പോകാമെന്ന്. കാരണം ബസ് സ്റ്റോപ്പിലോട്ട് ശരിക്കും പറഞ്ഞാൽ നമുക്ക് നടക്കാൻ പറ്റും. പക്ഷെ നല്ലതായിട്ട് നമ്മുടെ കാലൊക്കെ വേദനിക്കുന്നുണ്ടായിരുന്നു ഈ ഒരു ടൈം ആയപ്പോഴത്തേക്ക്. സോ ഞങ്ങൾ അങ്ങനെ ഒരു ക്യാബ് എടുത്തു. എന്നിട്ട് ബസ് സ്റ്റോപ്പിലോട്ട് പോയി. എന്നിട്ട് കാണിക്കണൊക്കെ ഇടയ്ക്ക് മണ്ടത്തരാവാറുണ്ട്. അത് ഞാൻ പറഞ്ഞുതരാം. നമ്മളിപ്പോൾ ഇങ്ങനെ അപ്പോൾ നിങ്ങൾ ഈ കാഴ്ചകൾ കണ്ടോളൂ, കൂടെ ഞാൻ പറയുന്നത് കേട്ടോളൂ. ഞങ്ങൾ ലാസ്റ്റ് ബസ് സ്റ്റോപ്പിലെത്തി. എന്നിട്ട് ശരിക്കും ഇപ്പോൾ പോകേണ്ടത് റൈറ്റിലോട്ടാണെങ്കിൽ ഞങ്ങൾ പോയത് ലെഫ്റ്റിലോട്ടാണ്. ഇപ്പോൾ റൈറ്റിലോട്ട് പോയിട്ട് ഈസ്റ്റ് ബോൺ റെയിൽവേ സ്റ്റേഷനിൽ പോകേണ്ട ഞങ്ങൾ ലെഫ്റ്റിലോട്ട് പോയിട്ട് ബ്രൈറ്റൺ റെയിൽവേ സ്റ്റേഷനിലോട്ടാണ് എത്തിപ്പെട്ടത്. സംഭവം ബ്രൈറ്റണിൽ നിന്നും നമുക്ക് ട്രെയിൻ കയറാം. പിന്നെ ഈ ബസ്സിൽ ഞങ്ങൾ ഓൾറെഡി എടുത്ത ഒരു ടിക്കറ്റും ഉണ്ട്, വേറെ പ്രശ്നമൊന്നുമില്ല. പക്ഷേ പറ്റിയതെന്ന് വെച്ചാൽ നമ്മൾ റിട്ടേൺ ടിക്കറ്റ് ഉൾപ്പെടെയാണ് എടുത്തതെന്നാണ് എൻ്റെ ഒരു ഓർമ്മ. അതുകൊണ്ടാണ് ഞങ്ങൾക്ക് ഈ ബസ്സിൽ ടിക്കറ്റ് കാണിച്ച് അങ്ങ് കയറുകയാണ് ഞങ്ങൾ ചെയ്തത്. അപ്പം ഈ ഡ്രൈവറും പറയണില്ല, കാരണം അവർക്ക് നോക്കുമ്പോൾ സെയിം റേറ്റാണ്, ടിക്കറ്റിന് വരെ വ്യത്യാസമൊന്നുമില്ല. അങ്ങനെ ഒരു 20 മിനിറ്റ് ഇരിക്കേണ്ട സ്ഥലത്ത് നമ്മളൊരു 1.5 മണിക്കൂറോളം എന്തോ ബസ് ഇരുന്നെന്ന് തോന്നുന്നു അന്നത്തെ ഒരു ദിവസം. എനിക്ക് കറക്റ്റ് ഓർമ്മ പറഞ്ഞില്ല. പക്ഷെ ഒരുപാട് നേരം ബസ്സിലിരുന്നു. ഇത് ഒരു എന്താ പറയുക, നമുക്ക് ഒരുപാട് പെട്ടെന്ന് ഇങ്ങനെ സൂര്യൻ അസ്തമിക്കുന്ന ടൈം അല്ലായിരുന്നു അത്. പക്ഷേ ഇപ്പോൾ ഇരുട്ട് കാണുമ്പോൾ നമുക്ക് മനസ്സിലായി നമ്മൾ ഒരുപാട് ഡിലേ ആയിട്ടാണ് പിന്നെ ലാസ്റ്റ് ബ്രൈറ്റണിലെത്തി. പിന്നെ ബ്രൈറ്റണിൽ ഞങ്ങളങ്ങ് ട്രെയിൻ കയറുകയാണ് ഗൈസ് ചെയ്തത്. വേറെ കുഴപ്പമൊന്നുമില്ലായിരുന്നു, ഞങ്ങൾ ഹാപ്പി ആയിരുന്നു. ഞങ്ങൾ പിന്നെ അങ്ങ് ആ ഒരു ഗ്രിപ്പിലങ്ങ് പോയി. ട്രിപ്പിനെ പറ്റി അഭിപ്രായം പറ. അതാണ് അഭിപ്രായം.